ഹലോ, ഞാൻ സുജിത്ത്. വെൽക്കം ടു എസ് സ്റ്റഡി. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിച്ച ഒരു മാളുണ്ട്. നമ്മൾ ദുബായിലാണ്, ദുബായ് മാൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുബായ് മാളിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തരും മെട്രോയിൽ നിന്ന് ഇറങ്ങി മെട്രോയിൽ നിന്ന് നേരെ ദുബായ് മോളിലോട്ടുള്ള എൻട്രി ഉണ്ട്. ഇങ്ങനെ അകത്തൂടെ തന്നെ പോവാം. ഖലീഫയാണ്. നമ്മൾ ദുബായ് മോളിൻ്റെ അകത്തോട്ട് കയറുവാണ്. എൻട്രൻസ് ആണ്. ദുബായ് മോളിനകത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് സോണിയുടെ ഷോറൂമാണ്. ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നല്ല. നല്ല അടിപൊളി മോള്. പരസ്യം ചെയ്യുന്ന ഒരു സ്ക്രീനാണിത്. ഹാങ്ങിങ് ആണ്. അത് റെസ്റ്റോറൻ്റ് ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നില്ല. അമ്മാതിരി ഒരു മോൾ. റെസ്റ്റോറൻ്റ് ആണ്. രണ്ട് ഷേപ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഒരു ബോട്ടിൻ്റെയൊക്കെ ഷേപ്പാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. ഫ്രണ്ട് മാത്രമേ ഉള്ളൂ, ബാക്ക് വേറൊരു ഷേപ്പ്. ഹുവായിയുടെ വാച്ചിൻ്റെ അഡ്വർടൈസിങ് ആണ്. ഇത് ഭയങ്കര വലിയ മോളാണ്. അതുപോലെ ഇവിടെ ഫുള്ള് യൂറോപ്യൻസ് ആണ്. ഇത് ദുബായ് ആണോ യൂറോപ്യൻ കൺട്രി ആണോ എന്ന് തിരിച്ചറിയാൻ ഒരു പാടാണ്.
അമ്മാതിരി യൂറോപ്യൻസാണ് ഇവിടെ ഫുള്ള്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളാണ്. ബുർജ് ഖലീഫ ടിക്കറ്റ്, ബുർജ് ഖലീഫയിൽ കയറാനുള്ള ടിക്കറ്റാണ് ഇവിടെ. സ്വീറ്റ്സ് ആണ്. ബുർജ് ഖലീഫയുടെ മുകളിലോട്ട് കയറാനുള്ള പാസ് എടുത്ത് പോകുന്ന ആൾക്കാരാണ്. ബുർജ് ഖലീഫയുടെ മുകളിൽ കയറി കാണാൻ പറ്റും. ദുബായ് മോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന ഈ ഒരു ഏരിയയാണ്. എന്നിട്ട് തൊട്ടടുത്തായിട്ട് ബുർജ് ഖലീഫ. കണ്ട സ്വിമ്മിംഗ് പൂൾ പോലെ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ ഉള്ളൂ. പക്ഷേ അതൊരു ബോട്ട് റൈഡിങ്ങും ഒക്കെ ഉണ്ട്. ദുബായ് വിസിറ്റ് ചെയ്യണവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മാളാണ് ദുബായ് മാൾ. ദുബായ് മാളിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരത്തേക്കും ബൈ.